പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഇന്ന് ഡോക്ടേഴ്സിന് കുറ്റപത്രം കൊടുക്കും. ഡോക്ടേഴ്സ് മാത്രമല്ല, നിലവിൽ 2 ഡോക്ടേഴ്സും 2 നഴ്സസും ഈ കേസിൽ പ്രതികളാണ്. ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി കൊടുത്തു. ദീപക് ധർമ്മടം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഏറെ വിവാദമായ ഒരു കേസാണ്. ഒരുപക്ഷെ 24-ൻ്റെ ഒരു ഗ്രേറ്റ് ഇമ്പാക്റ്റ് എന്ന് പറയാവുന്ന കേസ്. കാരണം ഈ കത്രിക കുടുങ്ങി അർഷീന ദുരിതത്തിൻ്റെ നാളുകൾ എണ്ണിയത് 24 പുറത്തു കൊണ്ടുവരുന്നത്. അതിനെ തുടർന്ന് പിന്നീട് വിവിധ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ അതിൽ പ്രത്യേക അന്വേഷണം നടക്കുന്നു. എന്നാൽ മെഡിക്കൽ ബോർഡ് മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടെന്ന് കണ്ടെത്തുകയും അതേസമയം തന്നെ അത് എവിടെ പറ്റി, ആർക്ക് പറ്റിയെന്ന് കണ്ടെത്താതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം. അത്തരം സാഹചര്യത്തിൽ പോലീസ് നേരിട്ട്, അതായത് മെഡിക്കൽ നെഗ്ലിജൻസ് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയാൽ ആരുടെ ഭാഗത്തു നിന്നാണ് ഈ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായത് എന്നുള്ളത് പോലീസിനെ കണ്ടെത്താം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാക്കുന്നു. ACP സുദർശൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. ഏറ്റവും ഒടുവിൽ അതിൻ്റെ കുറ്റപത്രം, ആ കേസിൻ്റെ ഒടുവിലത്തെ നടപടിയായ കുറ്റപത്ര സമർപ്പണമാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകും. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 338 വകുപ്പ്, അതായത് മെഡിക്കൽ നെഗ്ലിജൻസിനെ സംബന്ധിക്കുന്ന വകുപ്പാണ്. ഇതുകൂടാതെ റെഡ് വിത്ത് 34 എന്ന വകുപ്പ്, അതായത് സംഘം ചേർന്നുള്ള കുറ്റകൃത്യം, ആ രീതിയിലുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇന്ന് കുറ്റപത്രം നൽകുക. 300-ലേറെ പേജുകളുള്ള കുറ്റപത്രം, 72 സാക്ഷികൾ. ഇതിൽ പ്രതികൾ 2 ഡോക്ടേഴ്സാണ്, രമേശൻ രഹന, അതുപോലെ 2 നഴ്സസ് മഞ്ജു ഷഹന. ഇവരാണ് പ്രതികൾ. ഏതായാലും ഒരുപക്ഷെ കേരളത്തിൻ്റെ ആരോഗ്യ ചികിത്സാ രംഗത്ത് ഇത്തരത്തിലൊരു കേസ് ഇതാദ്യമാണ്. മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ പേരിൽ ഡോക്ടേഴ്സ് ശിക്ഷിക്കപ്പെടുന്നു. 2 വർഷം കഠിന തടവ് കിട്ടാവുന്ന കുറ്റകൃത്യമാണ് ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.